ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബട്ടൺ ഹോളും എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഷർട്ടിൽ എങ്ങനെയാണ് ബട്ടൺ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടാപ്പ് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ മുതൽ താഴേക്ക് 3 ഇഞ്ച് ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ബട്ടൻ്റെയും ഗ്യാപ്പ് 3 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 3 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ടോട്ടൽ 4 ബട്ടൺ വെക്കാനുള്ളൊരു സ്പേസാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ ഹോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൂട്ട് എടുക്കാം. ഈ ഒരു ഫൂട്ടാണ് ബട്ടൺ ഹോൾ പ്രസർ ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ബട്ടൻ്റെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ റെഡ് ലൈനുകൾ കാണുന്നില്ലേ, അത് നമുക്ക് ബട്ടൻ്റെ വലിപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതിൻ്റെ മെഷീനിൽ ഫൂട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നീഡിലൊന്ന് മേൽപോട്ടാക്കി നീക്കി വെച്ചിട്ടുണ്ട്. സിംഗറിൻ്റെ സിയു മെഷീനിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൂട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതുപോലെ ഫൂട്ടിനെ പിടിച്ചിട്ട് ബാക്കിൽ നിന്ന് ഒന്ന് തള്ളി കൊടുത്താൽ മതി, നമുക്ക് അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ബട്ടൺ ഹോൾ പ്രസർ ഫൂട്ടിനെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഫൂട്ട് ഇവിടെ ജോയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബട്ടൺ ഹോൾ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ബട്ടൻ്റെ ഹോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ഫൂട്ടിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാനൊരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബട്ടണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ലൈന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സിംഗറിൻ്റെ സ്വിങ് മെഷീനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ 1 2 3 4 എന്നിട്ടൊരു ഭാഗമല്ലേ, അതാണ് നമ്മൾ ഈ ഒരു ബട്ടൺ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 1 കൊടുക്കാം. അപ്പോൾ 1 എന്ന് പറയുന്നത് താഴെ ഭാഗം, 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ്, 3 എന്ന് പറയുന്നത് മുകൾ ഭാഗം, 4 എന്ന് പറയുന്നത് റൈറ്റ് സൈഡ്. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 0.3 ഇട്ട് കൊടുക്കുന്നത്. 0.1 2 3 4 അതിലൊക്കെ നമുക്ക് ഇടാം കേട്ടോ. 0യിൽ കൊണ്ടുപോയിടരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് തീരെ മൂവ് ചെയ്യൂല. അപ്പോൾ ചെറുതായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെങ്ത്തിൽ കൊണ്ടുപോയിട്ടത്. ഇനി നമ്മൾ 1 ആ ഒരു ഭാഗമാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആദ്യം ഒന്ന് നമുക്ക് സൂചിനെ ഒന്ന് പതുക്കെ ഒന്ന് കടത്തി കൊടുക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ലോക്ക് പോലെ ആ ഒരു ഭാഗം ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഒരു 8-10 ലോക്ക് ഞാൻ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ 2ലേക്ക് മാറ്റാം. സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ബാക്കിലേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് ആകുമ്പോൾ നമുക്ക് ആ ഒരു നിർത്താം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 3ലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെയും ഒരു ലോക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4ലേക്ക് ഇട്ട് കൊടുത്തിട്ട് റൈറ്റ് സൈഡും കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചില്ലേ, അവിടെ വരെയാണ് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുപോലെ ആ ഒരു ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബട്ടൻ്റെ ഹോളിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
ഇതാ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബട്ടൻ്റെ ഹോളൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ബട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ത്രെഡ് കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറിയൊരു ബട്ടണാണ് കേട്ടോ, അതുകൊണ്ടാണ് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തത്. ബട്ടൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ ഓരോ ഹോളും വലുതാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിലും ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബട്ടൻ്റെ ഹോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടണും കൂടെ ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടൻ്റെ ഹോൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്താണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഫൂട്ട് ഉപയോഗിച്ച് കൊണ്ടാണ് കേട്ടോ ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് തുന്നിയിട്ട് വേണമെങ്കിലും ആ ഒരു ഭാഗത്ത് ബട്ടൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഫൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ബട്ടൺ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബട്ടൺ ഫൂട്ട് എടുക്കണം. അത് ഈ ഒരു ഷേപ്പിലാണ് ബട്ടൺ ഫൂട്ട് വരുന്നത്. ഇതിൽ നീല നിറത്തിൽ കാണുന്ന ആ ഒരു റബ്ബർ ഉള്ള ഒരു ഭാഗമല്ലേ, ആ ഭാഗത്താണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗം കുറച്ചൊരു സോഫ്റ്റാണ്. ആദ്യം നമുക്ക് ഈ ഒരു ഫൂട്ടിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബ്ലൂ കളർ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഫൂട്ടിനെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫാബ്രിക്കിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു നീല കളറിലുള്ള റബ്ബർ ഇട്ടൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കേണ്ടത്. ബട്ടൻ്റെ മുകളിലായിട്ട് ഈ ഒരു നീല കളറുള്ള ഭാഗത്തിന് താഴ്ത്തി ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു ഭാഗം സോഫ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് നമ്മുടെ ബട്ടൺ ഒന്നും സംഭവിക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി കൊടുക്കണം. ഞാൻ സിഗ്സാഗ് പാറ്റേണിലാണ് ബട്ടൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ എൻ്റെ ബട്ടൺ കുറച്ച് ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്സാഗിൻ്റെ ലെങ്ത്തും അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതുപോലെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നീഡിൽ കറക്റ്റ് വേലാണോ പോകുന്നതെന്ന് നോക്കണം. എൻ്റെ ബട്ടൺ ഇവിടെ കുറച്ച് ചെറുതാണ്, അപ്പോൾ അതിൻ്റെ ഹോളും കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സൂചിനെ ഒന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിക്കണം. അപ്പോൾ കറക്റ്റായിട്ടാണ് അത് പോകുന്നതെങ്കിൽ നമുക്കങ്ങനെ ഇതുപോലെ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിനൊന്ന് തിരിച്ചിട്ട് 4 ഹോൾ ഉണ്ടാവുമല്ലോ ബട്ടന്, അപ്പം ഒരു 2 ഹോളിൽ കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ബട്ടൺ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ നമുക്ക് ബട്ടൺ ചെയ്തെടുക്കാം. കണ്ടോ, വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ബട്ടൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ബാക്കിയുള്ള ബട്ടണും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 4 ബട്ടണും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫൂട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടൺ ഹോളും ബട്ടണൊക്കെ ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.